പാറു. ഇങ്ങോട്ട് നോക്കി. ഇല്ല, ഇപ്പൊ തന്നത് ഒന്നും കൂടി വേണോ? എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? അഭിയേട്ടൻ വാശി തീർക്കാനും ദേഷ്യപ്പെടാനും എന്നെ തല്ലിയാലും കുഴപ്പമില്ല. ഇനി ഇങ്ങനെയൊന്നും കാണിക്കില്ലേ അഭിയേട്ട? എന്നത്തിനാ എന്നെ ഇങ്ങനെ? ഞാൻ അങ്ങനെയുള്ള പെണ്ണാണെന്ന് കരുതിയാണോ? പാറു, നീ ഇപ്പൊ പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടെ നിന്റെ നാവിൽ നിന്ന് കേട്ട് എന്റെ കൈയുടെ ചൂട് നീ അറിയും. ഡി കോപ്പെ, നീ എന്റെയാ ഈ അഭിറാമിന്റെ പെണ്ണ്. പാച്ചൻ ഞെട്ടി അഭിയെ നോക്കി. എന്ത്? ഞാൻ ഇത്രയും നാൾ കേൾക്കാൻ കൊതിച്ചതല്ലേ ഈ വാക്കുകൾ? പക്ഷെ വേണ്ട പാച്ചു, അഭിയേട്ടന് നീ ചേരില്ല. പറഞ്ഞത് കേട്ടില്ലേ? എന്നാ വ്യക്തമായി കേട്ടോ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട്, അത് നീ മാത്രമായിരിക്കും. കേട്ടോടി കാരമ്പി പാറു. അതുപോലെ നിന്റെ ജീവിതത്തിന് അഭിറാം എന്ന നിന്റെ കാലം മാത്രമേ കാണൂ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളപ്പോ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. കാരണം എന്റെ പെണ്ണിനെയാണ് ഞാൻ ചെയ്യുന്നത്. നിനക്ക് വല്ല കുഴപ്പമുണ്ട്, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. എനിക്കിഷ്ടമല്ല. ആണോ? അതെ, അതെ, കാര്യായിപ്പോയി. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അല്ല പാറു, എനിക്കറിയാടി കോപ്പ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നീ കള്ളം പറഞ്ഞാലും നിന്റെ ഈ കുഞ്ഞിക്കണ്ണ് എന്നോട് കള്ളം പറയൂല മോളെ. എനിക്ക് നിങ്ങൾ അടുത്ത് വരുന്നത് പോലും അറപ്പാ. അടി, നീ പറഞ്ഞേ അടുത്ത് വരുന്നത് അറപ്പാണെന്നോ? അതുകൊണ്ടായിരിക്കും നിനക്ക് ഞാൻ അടുത്ത് വരുമ്പോൾ ഈ വിറയലും മറ്റുമല്ലേ. എനിക്കറിയാടി, ഞാൻ നിന്റെ അടുത്ത് വരുമ്പോ നിന്റെ ഈ ഹൃദയം ഇപ്പൊ പൊട്ടു എന്നും പറഞ്ഞ് അടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടോടി? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അത് പറഞ്ഞപ്പോ അവൻ പയ്യെ നടന്ന് അവളുടെ അരികിൽ ചെന്നു. നിങ്ങൾ എങ്ങോട്ടാ മനുഷ്യ തള്ളിക്കറി വരുന്നേ? പറയുള്ളത് അവിടെ നിന്ന് പറ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കാലിന്റെ ഇടതുകൈ അവന്റെ പാറുവിന്റെ ഇടുപ്പിലമർന്നു. അവിടെ നിന്ന് അവളെ ഉയർത്തിക്കൊണ്ടുപോയി ഡെസ്കിലിരുത്തി. നിന്നെ സ്വന്താക്കാൻ എനിക്ക് ആടെ അനുവാദം വേണ്ട, കേട്ടോടി? പിന്നെ എന്റെ പാറുവിന് കുറച്ച് അനുസരണക്കുറവുണ്ട്. കുറച്ചു മുമ്പ് കൂടി പറഞ്ഞതെന്താണ്? പാച്ചു പെട്ട്. എന്റെ ദൈവമേ, നിനക്ക് എന്റെ നാവിന് കുറച്ച് ലൈസൻസ് തന്നൂടെ? ഇനി കാലം എന്റെ പപ്പും കൂടെ പറിക്കും, ഉറപ്പാ. ചോദിച്ചത് കേട്ടില്ലേ? അതും പറഞ്ഞ് എന്റെ കവളി ചെറുതായി തലോടി. നല്ല സുഖം. അയ്യോ, കൺട്രോൾ പാച്ചു, കൺട്രോൾ. നിന്നെ കൊണ്ട് പറ്റും. കാലിന്റെ മുന്നിൽ വീഴരുത്. അത് അത് ഏട്ടാന്ന് വിളിക്കണം. ഓഹോ, അപ്പൊ ഓർമ്മയുണ്ട്. പിന്നെ എന്റെ ഓർമ്മ എവിടെ പോവാനാ? മാറും, എനിക്ക് പോണം. എന്റെ പാറു പഴയ ഫോമിലായല്ലോ. പിന്നെ എന്നാടി നീ ഇപ്പൊ വിളിച്ചത്? അത് പെട്ടെന്ന്. ആണോ? ഇനി അത് ആവർത്തിക്കാതെ ഇരിക്കാൻ ചേട്ടാ ഒരു മരുന്ന് തരാം. അതും പറഞ്ഞ് അവളെ വലിച്ച് ഇച്ചിരി ചേർത്തിരുത്തിയപ്പോ പെട്ടെന്ന് തന്നെ പാച്ചു കൈയെടുത്ത് ചുണ്ടി വെച്ച് മറിച്ചു. ഞാൻ ഇനി ചേട്ടാന്ന് വിളിച്ചോളാം, പ്ലീസ്. ഇനി എന്നെ ഉമ്മിക്കരുത്, താങ്ങൂല. അതാ. പൊയ്ക്കോ. അതും പറഞ്ഞ് താഴെ ഇറക്കി നിർത്തി. എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. കവളി ചെറിയൊരു കടി. അവൾ വിറച്ച് കണ്ണുകളടച്ച് അവന്റെ ഷർട്ട് അള്ളിപ്പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് പാച്ചു കണ്ണു തുറന്ന് നോക്കിയപ്പോ തന്നെ നോക്കി നിൽക്കുന്ന അഭിയാണ് കണ്ടേ. നിനക്ക് എന്നെ അറപ്പാണല്ലേ? അതായിരിക്കും എന്റെ ഷർട്ടിൽ നിന്ന് പിടിവിടാതെ ഇരിക്കുന്നത്. ഞാൻ ഒന്നും മിണ്ടാതെ അഭിയുടെ നിന്ന് മാറി ഡോർ തുറന്ന് പുറത്തുപോയി. എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും നിന്റെ മനസ്സിലുള്ള ഇഷ്ടം പുറത്തു കൊണ്ടുവരും മോളെ. എങ്ങനെ പ്രപ്പോസ് ചെയ്യാനിരുന്ന ഞാനാ അവളുടെ നാക്കിന്റെ നീളം കാണാൻ എങ്ങനെയായി. പാച്ചു നേരെ വാഷ്റൂമിൽ പോയി. മുഖം നന്നായി കഴുകി കണ്ണാടി സ്വന്തം പ്രതിബിംബം നോക്കി. പറഞ്ഞ് പഠിപ്പിച്ചു അഭിയുടെ ഞാൻ ചേർന്ന പെണ്ണല്ല എന്ന്. കുറച്ചു കഴിഞ്ഞ് അവൾ പോയി വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ അവൾക്ക് ശ്രദ്ധിക്കുവാൻ സാധിച്ചില്ല. ഡി, എന്തു പറ്റി? മനു ചോദിച്ചു. ചെറിയൊരു തലവേദന. സാറ് നിന്നെ വഴക്ക് പറഞ്ഞ? ഇല്ല. ഒട്ടും വയ്യാലും പോയി ഹാഫ് ഡേ ലീവ് ചോദിക്കാം. അതേടി. ഞാൻ ലീവ് ചോദിക്കാൻ കാലിന്റെ ക്യാബിനിൽ പോയി. മേ കമിൻ സാർ? യെസ്. എന്തു പറ്റി? എനിക്ക് ഹാഫ് ഡേ ലീവ് വേണം സാർ. എന്തിനെ? തലവേദന. അത് പറഞ്ഞപ്പോ കാലയിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്റെ നെറ്റി കൈ വെച്ച് നോക്കി. നല്ല വേദനയുണ്ടോ? പാറു, നിനക്ക് മൈഗ്രെയിൻ ഉള്ളതല്ലേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട സാർ, എനിക്ക് വീട്ടിൽ പോയി ഒന്ന് കിടന്നാ മതി. എന്നാ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം സാർ. നിന്നോട് വരാൻ പറഞ്ഞു. അതും പറഞ്ഞ് കാലം വണ്ടിയുടെ കീ എടുത്ത് മുമ്പിൽ നടന്നു. ഞാൻ പോയി ബാഗും എടുത്ത് താഴെ ചെന്നു. അപ്പോഴേക്കും കാലം വണ്ടി എടുത്ത് മുമ്പിൽ വന്ന് കയറി. ഞാൻ പൊക്കോളാം. നിന്നോട് വരാനാ പറഞ്ഞത്, എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാതെ. ഞാൻ ഒന്നും വിടാതെ ബാക്ക് ഡോർ തുറന്നു കയറി. എന്നെ ഒന്ന് നോക്കി പേടിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു. ഇടയ്ക്ക് നോക്കിയപ്പോൾ മിററിൽ കൂടി നോക്കുന്ന കാലനെ കണ്ടു. അതേ സ്പീഡിൽ ഞാൻ കണ്ണടച്ചു. കുറച്ചു നേരം ഞാൻ ഉറങ്ങിപ്പോയി. കാലം തട്ടി വിളിച്ചു. പാറു, വീടെത്തി, ഇറങ്ങി. ഞാൻ ഇറങ്ങി. കാറിന്റെ സൗണ്ട് കേട്ട് അമ്മ പുറത്തു വന്നു. എന്തു പറ്റി അബി നിങ്ങൾ ഈ സമയത്ത്? ഇവളുടെ മുഖത്ത് എന്തു പറ്റി? ആകെ ഒരു വല്ലായ്മ. പാച്ചൂട്ട, എന്നാ പറ്റി? ഒന്നുമില്ല എന്റെ വാസൂട്ടി, ചെറിയൊരു തലവേദന. കുറച്ച് കിടക്കുമ്പോ മാറും. ഞാൻ ഒന്ന് കിടക്കട്ടെ. ഞാൻ അതും പറഞ്ഞ റൂമിൽ പോയി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിന്റെ ഇടയിൽ എന്റെ തലയൊരു തണുത്ത കരസ്പർശവും ഒരു ചുടുചുമ്പലും നെറ്റിയെ പതിഞ്ഞു. രണ്ടുപേരുടെ ചുണ്ടിലും ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. രാത്രി പാച്ചു ഞെട്ടി ഉണർന്നു. എന്തു പറ്റി പാച്ചൂട്ട? തലവേദന കുറഞ്ഞോ? അതൊക്കെ എപ്പോഴേ മാറി. നിങ്ങൾ രണ്ടുപേരും എന്നതാ ഇവിടെ ഇരിക്കുന്നേ? അമ്മയ്ക്കൊന്ന് ചെമ്പരത്തി ആമ്പലും ഒന്നും കാണണ്ടേ? ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ എന്റെ വാസുട്ടി?
അയ്യോ എനിക്ക് വിശക്കുന്നേ, വല്ലതും തായോ, അല്ലെ ഞാനിപ്പോ തട്ടിപ്പോവേ എന്നും പറഞ്ഞ് അവരെ മൈൻഡ് ചെയ്യാതെ പാച്ചു അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. കുറച്ച് ചോറും മീൻകറിയും അച്ചാറും കുറച്ച് പപ്പടം എല്ലാം എടുത്ത് ആളെ പോയിരുന്നു. അവരെ നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ച് പാച്ചു ഫുഡ് തട്ടാൻ തുടങ്ങി. എന്നതാ രണ്ടും എന്നെ ഇങ്ങനെ നോക്കുന്നേ? വേദന ഉണ്ടോ പാച്ചൂട്ടാ? നീ എന്നതാ ടാബ്ലറ്റ് തീർന്ന കാര്യം ഒന്നും പറയാതിരുന്നത്? ഞാൻ മറന്നുപോയി അച്ഛേ, ഇപ്പൊ എനിക്ക് വേദന ഒന്നും ഇല്ലാട്ടോ. നോക്കിയേ, മനുഷ്യനെ പേടിപ്പിക്കാൻ. ഓ, ഇടയ്ക്കൊക്കെ പേടിക്കുന്നത് നല്ലതാ. പൊടി ആസത്തെ. അല്ല, നിങ്ങൾ വല്ലതും കഴിച്ചോ? കാണത്തില്ല. വായ തുറക്ക രണ്ട്. ഈ പാച്ചു ഇന്ന് രണ്ടിനും വാരിത്തരാം. രണ്ടുപേരും ചെറിയ പുഞ്ചിരിയുടെ വാ തുറന്നു. അവർക്ക് വാരി കൊടുത്തിട്ട് കുറച്ചു നേരം അവരോട് വർത്താനം പറഞ്ഞ് ഞാൻ കിടക്കാൻ പോയി. ചെറിയ തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ പോയ ഉടനെ അടുത്ത റൂമിൽ അയാൾ കിടക്കുന്ന തോർത്തെടുത്ത് തലയെ കെട്ടി എന്റെ റൂമിലോട്ടും പോയി. നേരെ ഒന്ന് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി തിരിച്ചു വന്നപ്പോ പരിചയമായ ഒരു സ്മെൽ മൂക്കിലോട്ട് അടിച്ചു കയറി. ദൈവമേ, ഇത് കാലിന്റെ പെർഫ്യൂമിന്റെ സ്മെല്ലല്ലേ എന്നും പറഞ്ഞ് നോക്കിയപ്പോ ദേ നിൽക്കുന്നു നമ്മുടെ കാലൻ കയ്യും കെട്ടി ഡോറി ചാരി. കണ്ണൊന്ന് തിരുമ്മി ഒന്നും കൂടി നോക്കി. ദൈവമേ, കാലം തന്നെ. നിങ്ങൾ എന്നതാ മനുഷ്യ ഇവിടെ? നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറ. സമയം നോക്കിയേ, 11:30 കഴിഞ്ഞു. താൻ എന്നതാ ഈ സമയത്ത് ഇവിടെ? പിന്നെ ഞാൻ എന്നാ ചെയ്യണം? നിനക്ക് തലവേദന കുറഞ്ഞോ? തോർത്ത് കെട്ടിയിരിക്കുന്നല്ലോ. കുറഞ്ഞില്ലേ? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്കൊന്നുമില്ല, നിങ്ങളൊന്ന് ഇറങ്ങിത്തരൂ. ഇല്ല. അതെന്നാ? നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കോടി പുല്ലേ? അതും പറഞ്ഞ് ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് എന്റെ അടുക്ക വന്നു. അത് തന്ന് പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തു. വാ തുറക്കടി. എന്നാത്തിനാ? ദേ ടാബ്ലറ്റ് കഴിക്കാൻ. എനിക്കൊന്നും വേണ്ട. അതിന് നിന്നോട് വേണോന്ന് ചോദിച്ചു? ഇല്ലല്ലോ. കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. എനിക്ക് വേണ്ട. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇത് കഴിച്ചേ. അറിയാലോ, എന്നെ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഓ, ഐ എം ട്രാപ്ഡ്. ദൈവമേ, ഞാനിപ്പോ ഇത് കഴിച്ചാല് അയാൾ എന്നെ കൊല്ലും. പിന്നെ വേദനയുണ്ട്. ജാട ഇടണ്ട, കഴിക്കാം. ഞാൻ കഴിക്കാം. അത് കഴിഞ്ഞ് പോവോ? ആദ്യം നീ ഇത് കഴിക്കും. ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചു. കഴിച്ചിട്ട് വയ്യ. നോക്കിയപ്പോ കാല അപ്പുറത്തെ പോക്കറ്റിൽ നിന്ന് തേൻമുട്ടായി എടുത്ത് എനിക്ക് തന്നു. ഞാനത് കണ്ടപ്പോ തന്നെ എന്റെ കൺട്രോൾ പോയി. ഞാൻ അത് മേടിച്ച് കട്ടിലിൽ പോയിരുന്ന് കഴിക്കാൻ തുടങ്ങി. പയ്യെ തലയുയർത്തി നോക്കിയപ്പോ കാലം ചിരിച്ചോണ്ട് നിൽക്കുന്നു. നിങ്ങൾ ഇതുവരെ പോയില്ലേ മനുഷ്യ? അത് പറഞ്ഞപ്പോ തന്നെ കാലം വന്ന് എന്റെ ചെവിയിൽ പിടിച്ചു. നിന്നോട് ഞാൻ എന്നതാ പാറു പറഞ്ഞേ? ആ, ചെവിയിൽ നിന്ന് വിടുവോ? വേദനിക്കുന്നു. കാലം ചെവിയിൽ നിന്ന് കൈ എടുത്ത് കട്ടിൽ എന്റെ ബെഡിൽ വന്ന് ചാരിയിരുന്നു. പാറു, അതാരാ? കുറെ നേരായി കേൾക്കുന്നു. അത് നിന്റെ കുഞ്ഞമ്മ. അതിനെനിക്ക് കുഞ്ഞമ്മ ഇല്ലല്ലോ. അവൾ അതും പറഞ്ഞ് പിള്ളേരെ പോലെ ചുണ്ടു മലർത്തി എനിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു പെണ്ണ്. അത് നീ ആടി എന്റെ കറമ്പി പാറുവും. ഞാനോ? ഞാൻ പാച്ചുവല്ലേ? എല്ലാവർക്കും നീ പാച്ചുമായിരിക്കും. ബട്ട് ഈ അഭിറാമിന് നീ പാറുമായിരിക്കും. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതി. അതും പറഞ്ഞ് എന്നെ വലിച്ചാ നെഞ്ചിലോട്ട് ചേർത്തിരുത്തി. ഞാൻ കിടന്ന് പിടച്ചു. അടങ്ങിയിരിയടി കോപ്പെ, അല്ലെ ചവിട്ടി താഴെ ഇടും. വെറുതെ എന്നാത്തിനാ റിസ്ക് എടുക്കുന്നേ? അതോടെ ഞാൻ നല്ല കുട്ടിയായിരുന്നു. പാറു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ദാ, എനിക്ക് നീ എന്ന് പറയുന്നത് തന്നെ ഒരു ഭ്രാന്ത. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അത്. കുറെ വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുള്ളതാടി പെണ്ണെ നീ. നീ എപ്പോഴും എന്റെ കൂടെ കാണും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നാൽ വളർന്നു വന്നപ്പോ നീ എന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിരുന്നു പെണ്ണെ, നിന്റെ കണ്ണിൽ ഞാൻ നിനക്ക് ആരായിരുന്നു. എത്ര എത്ര നീ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് പോകില്ല പെണ്ണെ. ഞാൻ അബ്രോഡ് പോയപ്പോ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെ പിടിച്ചു നിന്നുവെന്ന്. ഓരോ നിമിഷവും ഞാൻ ഇല്ലാതെയാകുമായിരുന്നു. അന്ന് നിന്നെ കല്യാണത്തിന് കണ്ടപ്പോൾ ആണടി കോപ്പെ എനിക്ക് എന്റെ ശ്വാസം പോലും നേരെയായത്. അറിയാവോ? നീ രാവിലെ ചോദിച്ചില്ലേ നീ ഒരു ചീത്തപ്പെണ്ണാണെന്ന് കരുതിയാണോ ഇങ്ങനെയല്ലാന്ന്? നീ അങ്ങനെ പറഞ്ഞപ്പോ ഇല്ലാതായത് ഞാനാടി. നിന്നോടുള്ള സ്നേഹം എനിക്ക് വെറും കാമ എന്ന വികാരമല്ലടി, സ്നേഹമാ. ഒരിക്കലും അതില്ലാതെ ആകത്തുമില്ല. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി കോപ്പെ. അത് പറഞ്ഞപ്പോഴും അവന്റെ തൊണ്ട ഇടറിയിരുന്നു. അവന്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണിന് അവളുടെ നെറ്റിയിൽ തട്ടി. പാച്ചു മുഖമുയർത്തി നോക്കിയപ്പോ ദേ ഇരിക്കുന്നു നമ്മുടെ കാലൻ, കരഞ്ഞ് കണ്ണൊക്കെ കലക്കി വെച്ചിരിക്കുന്നു. അവൾക്കത് കണ്ടപ്പോ തന്നെ സങ്കടമായി. അവന്റെ മൂടൊക്കെ ആകാൻ അവനെ കുത്താൻ തന്നെ അവൾ തീരുമാനിച്ചു. അയ്യേ, ഇതെന്നതാ? എന്നാടി കരഞ്ഞും പിഴിഞ്ഞും നാണുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക്? അയ്യേ, ഷെയിം ഷെയിം. നീ പോടി. ഞാൻ പോവൂല. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് പോവാൻ പറയുന്നോ പാഹയ? ഓഹോ, ആഹാ. അതും പറഞ്ഞ് അവൾ അവന്റെ നെഞ്ചിലോട് ചേർന്നിരുന്നു. അവന്റെ നെഞ്ചെടുപ്പ് കേട്ട് തല ചായച്ച് അവളിരുന്നു. അവന്റെ കൈകൾ അവളുടെ തലമുടിയുടെ ഇടയിലൂടെ കൈയിട്ട് തലയോട്ടി മസാജ് ചെയ്തു കൊടുത്തു. അവൾ ഒന്നുകൂടി കുറുക്കി അവനോട് ചേർന്നിരുന്നു. പതിയെ അവൾ മയക്കത്തിലാണ്ടു. അയ്യോ, ഈ ദീനരോധനം വേറെ ആരുടെയല്ല, നമ്മുടെ സ്വന്തം പാച്ചുന്റെ കാലന്റെയാ. എന്നാ പറ്റിയേ? അവന്റെ ഒച്ചകെട്ട് ഞെട്ടി ഉണർന്ന പാച്ചു ചോദിച്ചു. അല്ല മനുഷ്യ, നിങ്ങൾ എങ്ങനെ താഴെ വന്നു? നിനക്ക് അറിയാൻ മേലേ? ഇല്ലേ, എന്നെ ചവിട്ടി താഴെ ഇട്ടതും പോരാ. എന്റെ നടു, നീ എന്നാടി കോപ്പെ രാത്രി ഫുട്ബോൾ കളിക്കാൻ പോകുന്നു?
അത് ഞാൻ സ്വപ്നത്തിൽ. നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ കൂടെ കിടക്കാൻ? അല്ലേ എന്റെ കട്ടിൽ കിടന്ന് എന്നെ വഴക്ക് പറയുന്നു കാല. ഡേ എന്നാ കുന്ത, നിങ്ങൾ പോവാൻ നോക്കിയ മനുഷ്യ, വെറുതെ മെനക്കെടുത്താതെ പോവാൻ നോക്കിയേ. ഇല്ലല്ലോ, ഞാൻ ഒച്ച വെക്കും. വെക്കുവോ? ആ വെക്കും. എന്നാ വെക്കടി. ഞാൻ പറയാം നീ വിളിച്ചിട്ട് വന്നയാണെന്ന്. അതും പറഞ്ഞ് താഴെ കിടന്ന അവൻ തലയും കുലുക്കി അവിടെ ഇരുന്നു. ദൈവമേ, ഇങ്ങനെ എന്നതാ ഇങ്ങനെ? പാച്ചു എങ്ങനെയെങ്കിലും ഇയാളെ പറഞ്ഞു വിടണം. തിങ്ക് പാച്ചു തിങ്ക്. ഡി കോപ്പേ, നീ എന്നതാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? നിങ്ങളുടെ കെട്ടുകളെ കെട്ടിക്കുന്ന ആരും ആലോചിക്കുക. എന്തേ? അത് നീയല്ലേ പാറൂട്ട? അയ്യടാ, അത് നിങ്ങൾ അങ്ങോട്ട് മറന്നേക്ക്. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്നതാടി നീ പറഞ്ഞത്? എന്നെ ഇഷ്ടമല്ലെന്നോ? കാലിന്റെ മുഖത്ത് നോക്കിയപ്പോ പകച്ചുപോയി. ദേഷ്യം വന്ന് കണ്ണെല്ലാം ചുവന്ന്. ദൈവമേ, ഒരാവേശത്തിൽ പറഞ്ഞതാണ്. നിനക്കറിയാലോ എന്റെ ഇഷ്ടം. എന്നെ കുറച്ചുനാൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പാച്ചു ഇത് പയ്യെ പറഞ്ഞതാണേലും അവളുടെ സൗണ്ട് കാരണം അഭി അത് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ദേഷ്യം മാറി കുസൃതിയായി. അവളെ കുശുമ്പുകയറ്റാൻ. നീ എന്നതാടി പെറുപെറുക്കുന്നേ? ഒന്നുമില്ല. നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? എന്നാ ശരി, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. ഇങ്ങനെ എന്നതാ ഇത് പറയുന്നേ? ടൈം സെറ്റായപ്പോ തന്നെ തേപ്പോ? ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ശരി, നമ്മൾ ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. സ്നേഹം പിടിച്ചു മേടിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ അപർണയോട് യെസ് പറയാൻ പോവാ. അവൾ ഇന്നലെ എന്നെ ഒന്ന് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. അത് കേട്ടപ്പോ നമ്മുടെ പാച്ചുവിന്റെ കൺട്രോള് പോയി. ആവം. അതും പറഞ്ഞ് അവൻ ബാൽക്കണി ലക്ഷ്യം വെച്ച് പുറത്തോട്ട് പോവാൻ പോയി. അവനെ ബെഡിലോട്ട് തള്ളിയിട്ട് അവന്റെ പുറത്ത് കയറിയിരുന്നു. അവന്റെ ഷർട്ടിന്റെ കോളർ കുത്തിപ്പിടിച്ചു. അവളുടെ ആ നീക്കത്തിൽ പകച്ചു പോയി കാലൻ. കാല, നീ എന്താ പറഞ്ഞത്? നീ അവളോട് ഇഷ്ടമാണെന്ന് പറയൂ. അപ്പൊ ഞാനാരാ? കുറച്ചു മുമ്പ് പറയുന്നത് കേട്ടല്ലോ, ഞാൻ നിന്റെ പാറവോ മറ്റോ ആണെന്ന്. എന്നിട്ടാണോ നീ അവളോട് എസ് പറയാൻ പോണത്? ദേ, മര്യാദയ്ക്ക് എന്നെ കെട്ടി എന്റെ 4-5 മക്കളുടെ അച്ഛനായി ജീവിക്കാം. അല്ലേ ഞാൻ പാഷാണം കളിക്ക് നിനക്കും ആ പുട്ടിമുക്കം തന്നിട്ട് ജയിലിൽ പോയി കിടക്കും. നിനക്ക് ചാവണോ അതോ എന്റെ മക്കളുടെ അച്ഛനാവണം? അത് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം എന്നും പറഞ്ഞ് അവന്റെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് അവന്റെ വയറ്റിലോട്ട് ഒറ്റ ഇരുത്തം. അവളുടെ ആ ഇരിപ്പിൽ പിന്നെയും നമ്മുടെ അഭി കാറി. അവൾ പെട്ടെന്ന് തന്നെ അവന്റെ വാ കൈകൊണ്ട് പൊത്തി. അവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ച് എന്നിട്ട് അവളുമായി മറിഞ്ഞു. ഇപ്പൊ അവൾ താഴെ കാലം മുകളിലും. ഒന്ന് എഴുന്നേക്കോ, എനിക്ക് വേദനിക്കുന്നു. ആണോ? നീ ചോദിച്ചതിന് ഉത്തരം വേണ്ടേ? പാച്ചു തല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. ഇതിന്റെ അർത്ഥം എങ്ങനെ വേണേലും ആവാം. എന്നാ എനിക്ക് നിന്റെ കൊച്ചിന്റെ അല്ല, മക്കളുടെ അച്ഛനായ മതി. അപ്പൊ അവളോ? അത് നിന്നെ ഇളക്കാൻ പറഞ്ഞതാ. ആണോ? വലിയ കാര്യായിപ്പോയി. എന്നാലും എന്നെ പ്രൊപ്പോസ് ആടി നീ ചെയ്തേ. ദേ നോക്കേ, രോമാഞ്ചം വന്നു പോയി. അച്ചോടാ, കഷ്ടായല്ലോ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ ഈ വരണത്? അവൾ പുരികം പൊക്കി ചോദിച്ചു. അതോ, എന്റെ പാറുട്ടിക്ക് കുറച്ച് അനുസരണക്കുറവുണ്ട്, അത് മാറ്റാൻ. അതും പറഞ്ഞ് അവളുടെ അടുത്തതും. അയ്യോ, എന്നെ ഒന്നും ചെയ്യലേ. അവൾ കണ്ണടച്ചുകൊണ്ട് അലറി. ഞാൻ നന്നായിക്കോളാം, സത്യം. ഇനി അബിയേട്ടാന്ന് വിളിച്ചോളാം, കാലാന്ന് വിളിക്കൂല, സത്യം. അതും പറഞ്ഞ് പയ്യെ ഒറ്റ കണ്ണ് തുറന്ന് നോക്കി. അവൻ തിരിഞ്ഞ് അവളുടെ സൈഡിലേക്ക് കിടന്നു. പാറു, നിനക്ക് കാണുന്ന പോലെ അല്ല കേട്ടോ, മുടിഞ്ഞ വെയിറ്റാണ്. അതും പറഞ്ഞ് തീർന്നില്ല. പാച്ചുന്റെ പല്ലുകൾ അബിയുടെ നെഞ്ചിലായിരുന്നു. ആ, എന്നതാടി മരപ്പട്ടി, എന്റെ നെഞ്ച് വേദനിച്ചു. ഏയ്, നല്ല സുഖം. അതിന് പാച്ചു ഒന്ന് ഇളിച്ചു കാണിച്ചു. ചിരിക്കുന്നു. അബിയേട്ടൻ ചൂടാവാതെ. ഞാൻ അബിയേട്ടനല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുവോ? എന്നെ അല്ലാതെ വേറെ വല്ലവരും നോക്കിയ അത് അപ്പൊ പറയാം. അബിയേട്ടാ, ഏട്ടാ, എന്നോട് കോപ്പേ ഉണ്ടാ, അത് നിന്റെ അച്ഛനോട് കൊടുക്ക്. അച്ഛനെ പറയൂ. അതും പറഞ്ഞ് പിന്നെ അവന്റെ കൈ നുള്ളി. ഞാൻ മിണ്ടൂല, പോ. അതും പറഞ്ഞ് അവന്റെ നെഞ്ചിൽ നിന്ന് മാറി കട്ടിന്റെ ഓരത്ത് പോയി കിടന്നു. ഡി, എന്നാ ഇങ്ങോട്ട് മര്യാദയ്ക്കൊന്ന് കിടന്നു. ഇല്ല, എന്റെ തനി സ്വഭാവം അറിയും. അവൾ പയ്യെ അവന്റെ കൈക്കുള്ളിൽ കയറി അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. അബിയേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. നീ ഉറങ്ങിക്കോ, അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. അവളുടെ നെറ്റി ചുംബിച്ച് അവളുടെ തലയിൽ തലോടി. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവളെ പതിയെ അവനിൽ നിന്ന് അടർത്തി മാറ്റി തലയണ വെച്ചു കൊടുത്തു. പുതപ്പിച്ചും കൊടുത്തു. അവളെ ഒന്നും കൂടി നോക്കി ബാൽക്കണി വഴി പുറത്തിറങ്ങി.